ന്യൂസ് 16 കേരള. ബന്ധമില്ലാത്ത പുരുഷന്മാരുമായി ചർമ്മസമ്പർക്കം പാടില്ല. അഫ്ഗാനിൽ ഭൂകമ്പത്തിൽ പരിക്കേറ്റ സ്ത്രീകളെ രക്ഷിക്കാനാവാതെ രക്ഷാപ്രവർത്തകർ. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പ മേഖലകളിൽ ദുരന്തബാധിതരായ സ്ത്രീകൾ അനുഭവിക്കുന്നത് നരകയാതനയെന്ന റിപ്പോർട്ട്. ദുരന്തത്തിൽപ്പെട്ടുപോയ സ്ത്രീകളെ സഹായിക്കാൻ രക്ഷാപ്രവർത്തകർ തയ്യാറാകാത്തതാണ് സ്ത്രീകൾക്ക് വെല്ലുവിളിയാകുന്നത്. ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ പോലും രക്ഷാപ്രവർത്തകർ തയ്യാറല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും താലിബാൻ ഏർപ്പെടുത്തിയ ലിംഗ നിയന്ത്രണങ്ങളുമാണ് ദുരന്തത്തിൽപ്പെട്ട അഫ്ഗാൻ സ്ത്രീകൾക്ക് വിനയാകുന്നത്. പുരുഷന്മാർക്ക് സ്പർശിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ബന്ധമില്ലാത്ത പുരുഷന്മാരുമായി ചർമ്മസമ്പർക്കം പാടില്ല എന്ന നിയമമാണ് അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പത്തിൽപ്പെട്ടുപോയ യുവതികൾക്ക് പ്രതിസന്ധിയാകുന്നത്. ഈ നിയമം കാരണം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് കുടുങ്ങിക്കിടക്കുന്നവരെ പോലും പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകരായ പുരുഷന്മാർ ഭയക്കുകയാണ്. ഒരു സ്ത്രീയുടെ അടുത്ത പുരുഷൻ, ബന്ധു, അവളുടെ അച്ഛൻ, സഹോദരൻ, ഭർത്താവ് അല്ലെങ്കിൽ മകൻ എന്നിവർക്ക് മാത്രമേ അവളെ തൊടാൻ അനുവാദമുള്ളൂ എന്നാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നിയമം. അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ തൊടുന്നതും വിലക്കിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും മറ്റു പൊതുമേഖലയിലും സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിന് താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതുമൂലം ഭൂകമ്പ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിൽ പുരുഷന്മാർ മാത്രമാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പുരുഷന്മാരായ രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീകളെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തകരിൽ ചിലർ വസ്ത്രങ്ങളിലും മറ്റും പിടിച്ചാണ് പല സ്ത്രീകളുടെയും മൃതശരീരങ്ങൾ പുറത്തെടുത്തത്. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനം പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തനത്തിനുണ്ടാക്കിയത്. കഴിഞ്ഞ 4 വർഷമായി കർശനമായ നിയന്ത്രണങ്ങളാണ് രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ സഹായിക്കാൻ ആരും തയ്യാറായില്ലെന്നും എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് ആരും അവരെ സമീപിച്ചത് പോലുമില്ലെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭൂചലനമുണ്ടായി 36 മണിക്കൂറിന് ശേഷമാണ് തങ്ങളുടെ പ്രവിശ്യയിൽ രക്ഷാപ്രവർത്തനം നടത്താനെത്തിയവരെ കാണാൻ സാധിച്ചതെന്ന് ദുരന്തബാധിതയായ ബിബി ഐഷ എന്ന യുവതിയെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ സംഘം പരിക്കേറ്റ പുരുഷന്മാരെയും കുട്ടികളെയും രക്ഷപ്പെടുത്തുമ്പോഴും സ്ത്രീകളെ ഒഴിവാക്കി. പരിക്കേറ്റ പലരും രക്തം വാർന്ന് അവശനിലയിലായിരുന്നു അപ്പോഴും എന്ന് ഐഷ പറയുന്നു. സ്ത്രീകളെല്ലാം അദൃശ്യരാണെന്ന നിലയിലായിരുന്നു രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനമെന്നാണ് ആക്ഷേപം ഉയരുന്നത്. 2200 പേർ മരിച്ചപ്പോഴും 3600 പേർക്കാണ് ഭൂചലനത്തിൽ പരിക്കേറ്റത്. താലിബാൻ ഭരണത്തിൽ എല്ലാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സ്ത്രീകൾ അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്നത്. 6ാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം പോലും ഇല്ലാതായിരിക്കുകയാണ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.